കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടാണ്. എല്ലാ സ്ഥാനാർത്ഥികളും പ്രചാരണ തിരക്കിലുമാണ്. കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തവണ കടുത്ത പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ശക്തമായ സ്ഥാനാർത്ഥികൾക്ക് അതിശക്തരായ എതിർ സ്ഥാനാർത്ഥികളെന്ന മാനദണ്ഡത്തിലാണ് ഓരോ മുന്നണികളും ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഈ സ്ഥാനാർത്ഥികൾ ശക്തരാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിയായ ശശി തരൂരാണ്. അമേരിക്കയിലെ ടഫ്സ് സർവകലാശാലയിൽ നിന്നും നിയമത്തിലും നയതന്ത്രത്തിലും ഡോക്ടറേറ്റും USA പുഗറ്റ് സൗണ്ട് സർവകലാശാലയിൽ നിന്നും ഇന്റർനാഷണൽ അഫയേഴ്സിൽ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദമുള്ളതായും തരൂർ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ശശി തരൂരിന്റെ എതിരാളിയും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ചിക്കാഗോയിലെ ഇല്ലിനോയിസ് ടെക്നോളജിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവുമുണ്ട്. കൂടാതെ ഹാർവാർഡ് സർവകലാശാലയിൽ നിന്നും അഡ്വാൻസ് മാനേജ്മെന്റ് പ്രോഗ്രാമും പൂർത്തിയാക്കിയിട്ടുണ്ട്. രണ്ട് വിദ്യാഭ്യാസ സമ്പന്നരെ നേരിടാൻ തിരുവനന്തപുരത്ത് ഇടതുപക്ഷമിറക്കിയിരിക്കുന്നത് രാഷ്ട്രീയത്തിലും ജീവിതത്തിലും അനുഭവ സമ്പത്തുള്ള പന്ന്യൻ രവീന്ദ്രനെയാണ്. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ വിദ്യാഭ്യാസ യോഗ്യത BSc-യും നിയമ ബിരുദവുമാണ്. മാവേലിക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷ് ഒരു LLB ബിരുദധാരിയാണ്. ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP-യുമായ AM ആരിഫ് ഒരു LLB-കാരനാണ്. AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ KC വേണുഗോപാൽ ഒരു MSc-കാരനാണ്. ട്വിസ്റ്റുകളോടെ വടകരയിൽ UDF സ്ഥാനാർത്ഥിയായി എത്തിയ ഷാഫി പറമ്പിൽ ഒരു MBA-കാരനാണ്. ഷാഫിയുടെ എതിരാളി LDF-ന്റെ KK ശൈലജ ടീച്ചർ BSc-യും B.Ed-ഉം പൂർത്തിയാക്കിയിട്ടുണ്ട്. പൊന്നാനി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ അബ്ദുസമദ് സമദാനിക്ക് MA MPhil എന്നീ വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട്. ത്രികോണ മത്സരം പ്രഖ്യാപിച്ചിരിക്കുന്ന തൃശൂർ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി MA ഇംഗ്ലീഷ് ബിരുദധാരിയാണ്. സുരേഷ് ഗോപിയുടെ എതിർ സ്ഥാനാർത്ഥിയായ K മുരളീധരൻ ഒരു BA-കാരനാണ്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി K ഫ്രാൻസിസ് ജോർജും ഒരു BA-കാരനാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് LLB-യും കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും KPCC പ്രസിഡന്റുമായ K സുധാകരൻ MA ഹിസ്റ്ററി ബിരുദവും സ്വന്തമാക്കിയിട്ടുണ്ട്. സുധാകരന്റെ എതിർ സ്ഥാനാർത്ഥിയായ ഇടതുപക്ഷത്തിന്റെ MV ജയരാജൻ LLB-കാരനാണ്. കാസർഗോഡ് നിന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ BA എക്കണോമിക്സ് ബിരുദവും സ്വന്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട്ടെ ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിന് പ്രീ ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യതയെന്നാണ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. സമ്പൂർണ്ണ സാക്ഷരത എന്ന മാനദണ്ഡത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുമ്പോൾ രാഷ്ട്രീയത്തിലും അത് സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസ സമ്പന്നരായ അറിവും വിവേകവുമുള്ള സ്ഥാനാർത്ഥികളെയാണ് കേരളം രംഗത്തിറക്കുന്നത്. പ്രായോഗിക വിദ്യാഭ്യാസം മാത്രമല്ല, അതിനപ്പുറം അറിവും അനുഭവവും അടിസ്ഥാന ഘടകമായ തിരഞ്ഞെടുപ്പിൽ ആ യോഗ്യതയുള്ള ചില നേതാക്കളും അണിനിരക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ശക്തമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമെന്നതിൽ സംശയമില്ല.